വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ. അപ്പോൾ ഇതാ ഞാൻ കിട്ടും ബാഗും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് മുടിയെല്ലാം കെട്ടി സുന്ദരിയായിട്ട് പോകുന്നത് വേറെ എടുത്തേക്കല്ല റിക്കോർഡിന് നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ പോകുന്നത് റിക്കോർഡിൻ്റെ അംഗനവാടിയിലുള്ള ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ റിക്കോർഡിന് ഇതാ നടന്നിട്ട് നമ്മളെ സ്റ്റോപ്പിലേക്ക് ട്രാവലർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോവാന്നേ. അപ്പോൾ റിക്കു നോക്കണം പോകാൻ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അംഗനവാടിയിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൂർ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് തീരെ പിടിച്ചിട്ടില്ല. റിക്കൂറിന് അംഗനവാടി പോകാൻ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഒരാഴ്ച പോകും, അടുത്ത ആഴ്ച പനി വരും, അതിൻ്റെ അടുത്ത ആഴ്ച പോകും, അങ്ങനെ മാസത്തിൽ ഒരാഴ്ചയിലാണ് റിക്കൂട്ട ശരിക്കും പറഞ്ഞാൽ അംഗനവാടിയിൽ പോലുള്ളൂ. അങ്ങനെ ഞാനും ഇതാ ബാക്കിലിരിക്കുന്ന ഇത്രയും ആളാണ് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാവരും ഇതാ വണ്ടി കയറിയിട്ടുണ്ട്. ഇതാ ഫ്രണ്ടിലിരിക്കുന്നതാണ് റിക്കൂട്ടൻ്റെ അംഗനവാടി ടീച്ചർ കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആരെയും കണ്ടിട്ടുണ്ടായിട്ടില്ല. റിക്കോർഡിൻ്റെ ഫ്രണ്ട്സിനെ ആയാലും എന്താ പറയുക അമ്മമാരെ ആയാലും ആരെയും അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം റിക്കുവിനെ എപ്പോഴും കൊണ്ടാക്കുന്നത് ഒന്നിക്കൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ റിക്കൂട്ടിനെ എന്നെ ഒന്നിച്ചുണ്ടപ്പോൾ റിക്കുവിൻ്റെ ഫ്രണ്ട്സ് പോലും ചോദിച്ചത് റിക്കുവിൻ്റെ അച്ചാച്ചൻ എവിടെ പോയിന്നാ. റിക്കുവിൻ്റെ ഇങ്ങനെ ഒരു അമ്മയുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു, കുഞ്ഞുമക്കൾക്കൊന്നും. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ബസ് നമ്മൾ മക്കളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചിട്ടുണ്ടായിനെ. പാട്ടിപ്പോൾ വീഡിയോയുടെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുട്ടികളെ പാട്ട് വരുമ്പോൾ ഒന്നിക്കൽ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് അന്ന് എന്താ പറയുക പാട്ട് വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ റിക്കൂട്ടിന് ഇങ്ങനെ എന്താ പറയുക ആരോടും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മിങ്കിളാവുന്നൊന്നുമില്ല കേട്ടോ. അവനിങ്ങനെ പുറത്ത് കാഴ്ചയെല്ലാം നോക്കിയിട്ടിരിക്കലാന്ന്. പൊതുവേ റിക്കൂട്ടിന് അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ നിന്നേണ്ട കാറിൽ പോകുന്നവരായി കഴിഞ്ഞാൽ റിക്കൂട്ടിന് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇരിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാന്നേ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ റിക്കോർഡിന് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, കാഴ്ച കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പയ്യെ എണീച്ച് ഡാൻസ് കളിക്കാനെല്ലാം തുടങ്ങി. പക്ഷേ റിക്കൂട്ടൻ നമ്മളെ കാർണോർ സ്ഥാനത്തായിരുന്നു കേട്ടോ. ഓനൊരു ഡാൻസും കളിക്കലും ഇല്ല, കൈകൊട്ടലും ഇല്ല. ഈവൺ എന്നെപ്പോലും അവനൊന്ന് ഡാൻസ് കളിക്കാൻ വിട്ടിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ കളിക്കുന്നില്ല, അമ്മപ്പൂജയും കളിക്കണ്ട, ഇതായിരുന്നു റിക്കൂട്ടൻ്റെ വാദം. അങ്ങനെ ഓൻ എൻ്റെ കാർണോറായിട്ട് എൻ്റെ മടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കാഴ്ച കണ്ട് നിന്ന്. അവസാനം ഞാൻ റിക്കുവിനെയും കൊണ്ട് എടുത്തിട്ട് ബസ്സിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ നോക്കി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് അവിടെ പോയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ റിക്കുവും കൂടി ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല അടിച്ച് പൊളിയായിരുന്നു കേട്ടോ. സംഭവം ഇവരെല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഇതാക്കുന്നതെങ്കിൽ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. എനക്കൊന്ന് മക്കളെക്കാളും നമ്മൾ അമ്മമാരും ഉമ്മമാരൊക്കെയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നല്ല, നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കോ പാർക്ക് എന്ന് പറയും, തൃക്കരിപ്പൂർ അങ്ങോട്ടേക്കാണ് കേട്ടോ. ആർക്കോ പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലെല്ലാം ഒരു വഴിക്കാണ്. കാരണം റിക്കു അമ്മപ്പൂജ എന്ന് പറഞ്ഞാൽ എന്നെ വിട്ട് മാറുന്നുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പാക്കേജ് എടുത്തിട്ട് വന്നതാണ്. അപ്പം നമ്മൾ മുൻകൂട്ടി പറയണം എവിടേക്ക് വരണ്ടിക്കൽ. കാരണം ഓരോ ടീമിനും ഓരോ സമയമാണ് അവർ അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പോസ് ചെയ്യുമ്പോൾ എൻ്റെ മോൻ മാത്രം എൻ്റെ കാലിൽ പിടിച്ചിട്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ. നിൽക്ക് ചിരിക്കുമെന്ന് പറയുമ്പോൾ നിൽക്കൂല, ചിരിക്കൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒന്നിച്ചിട്ട് തന്നെയായിരുന്നു റിക്കൂട്ടൻ നിന്നിരുന്നത്. ഇവനിതിപ്പോൾ ഈ ശീലപ്പാ മാറ്റമൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് പറഞ്ഞ സമയം ആയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഫുഡ് സ്റ്റോളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ ഇതാ കുട്ടിയൊക്കെ ഇരിക്കാനും കളിക്കാനെല്ലാം ഇതുണ്ട്. ശരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു 11 to 12 അങ്ങനെ എന്തുവാണ് അങ്ങോട്ട്, അല്ല 11 മണിക്കാന്ന് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കയറിയത്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ പുറത്തുനിന്നൊന്നും കുട്ടികളെ കളിപ്പിക്കാനോ നമ്മൾ കളിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മളിങ്ങനെ നടന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പോകുവാന്നേ. അപ്പോൾ ഇതാ റിക്കോട്ട് ഇങ്ങനെ വലിയ ആൾ പോയി ഇങ്ങനെ നടക്കുന്നുണ്ട് കാഴ്ചയെല്ലാം കണ്ടിട്ട്. വീഡിയോ ഷെയ്ക്കുന്നുണ്ട്, സോറി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പിന്നെ കുറേ നാളായി വീടൊന്നും എടുക്കാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്താ കണ്ട പക്ഷികളെല്ലാം ഞാൻ റിക്കോഡിനെ കാണിച്ചു കൊടുക്കുന്നത്. റിക്കോഡിന് അത്ഭുതത്തിലെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വോയിസ് ഓവറിൽ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാകും, വേറെ നല്ല ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടാണ്ട് ഈ വീഡിയോ എഡിറ്റിങ് നടക്കൂല, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ കുതിരയാണ് കേട്ടോ.
അങ്ങനെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് എന്താ മുയലുണ്ട്, പിന്നെ പക്ഷികളുണ്ട്, പിന്നെ ഇപ്പുറത്ത് നമുക്ക് പാമ്പിൻ്റെ തലയെല്ലാം വെക്കട്ടെ. അപ്പം നമ്മൾ ആദ്യം കുറേ സമയം അവിടെ ഒന്നും നിന്നിട്ടില്ല, കാരണം നല്ല അത്യാവശ്യം ചൂടും വെയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തിരിച്ച് വരുമ്പം അതെല്ലാം ഒന്ന് വിശദമായി കാണാമെന്ന് കരുതി. അപ്പോഴേക്ക് ഇതാ നമ്മളെ എമു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ റിക്കുണിന് കാണിച്ചു കൊടുത്തു, ഓന് ഭയങ്കര സന്തോഷമായിട്ട് അടുത്തേക്ക് ഞാൻ ആക്കാൻ നോക്കുമ്പോൾ പേടിച്ചിട്ട് ബാക്കിലേക്ക് പോയി കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയിൽ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചാൽ പോയത്, പക്ഷേ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബാഗും കെട്ടും, പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് എടുത്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഇത് ചൂട് വേറെ, പിന്നെ റിക്കുവിന് എടുത്തിട്ടുള്ള വീഡിയോ എടുക്കൽ, അങ്ങനെ മൊത്തത്തിലൊരു സുഖമില്ലാത്തൊരു വീഡിയോ പോലെ ഉണ്ട് ഇത്. പക്ഷെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ, കുറേ അല്ലേ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ട്. അങ്ങനെ നടന്ന് നമ്മൾ എത്തിയത് ഇതാ മാളിലെല്ലാം പിള്ളേർക്ക് കളിക്കേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടേക്കാണ് കേട്ടോ. അപ്പം ഞാനും റിക്കോർഡിനെല്ലാം അവിടെ എത്തുമ്പോഴേക്ക് എല്ലാ കുട്ടികളും അതിൻ്റെ ഉള്ളിൽ ഓടി കയറിയിട്ടുണ്ട് അതിനെ. അപ്പം റിക്കോർഡിനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓൻ പക്ഷെ ഒരു പിള്ളേരോട് അങ്ങനെ അങ്ങ് അടുക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ദൂരേക്ക് പോലെ ആക്കെല്ലാം ചെയ്യുമ്പോൾ റിക്കോർഡിന് ഓരോ ബോൾ എടുക്കും, എൻ്റെ കയ്യിൽ തരും. അങ്ങനെ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു കേട്ടോ. കണ്ടില്ല, എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ്. നമുക്കൊന്ന് വെയിലൊന്നും കൊള്ളാണ്ട് പിള്ളേർക്കായാലും കുറച്ചൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ റിക്കോർഡിൻ്റെ ആദ്യം ഇതുപോലെ ഓരോ ബോൾ എടുക്കും, വെറുതെ അവിടെ വെക്കും, എറിയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവൻ അങ്ങോട്ടേക്ക് ദൂരേക്കൊന്നും പോകുന്നേ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ ആ എൻട്രൻസിൽ കയറിയിട്ട് അവിടെ നിന്നെടുക്കാൻ നനങ്ങുന്നില്ല. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് എന്നിട്ട് റിക്കോർഡിന് എനിക്ക് ബോൾ തരും, ഞാൻ റിക്കോർഡിന് കളറെല്ലാം കാണിച്ചു കൊടുക്കും, ഓൻ കളർ ഇങ്ങോട്ടേക്ക് പറയും. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ. ബ്ലൂ എടുത്തന്നെ, ബ്ലൂ ബോൾ എവിടെ? ആ
അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊന്ന് ആദ്യം മടുത്തിട്ട് ഇറങ്ങിയത് റെക്കോർഡിനാണ് കേട്ടോ. ഓനി ഈ ഊരുന്നതാന്ന് ഇറങ്ങുന്ന സംഭവമില്ല, അവിടെ പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ ഓൻ അതും പേടിയാന്ന് പോകുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും മക്കളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇങ്ങോട്ടേക്കൊക്കെ ഒരുപാട് ഇനിയും കാണാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊക്കെ വഴിയേ കണ്ടോളൂ. പിന്നെ കണ്ട നല്ല അടിപൊളി ചിത്രമൊക്കെ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതാ റിക്കോനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ റിക്കോഡിന് ഇരുന്ന ഒരു കുതിര ചെറിയൊരു ചെരിവുണ്ടായിരുന്നു. പിന്നെ ആ ഏച്ചി കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് അപ്പോഴേക്ക് റിക്കോഡിൻ്റെ പിന്നെ പേടിയായി. ഓനിങ്ങനെ എന്താ പറയണ്ടേ, ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അമ്മ പൂജ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വെച്ച് പിന്നെ അവനവിടെ ഇരുന്നോളും ആയിരിക്കും, എല്ലാ പിള്ളേരും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ച്. വേണ്ട, അത് ചെരിയുമ്പോഴേക്ക് തന്നെ അവനിരുന്നത് കുറച്ചൊരു ചെരിവുണ്ടായിന്. പിന്നെ അതിൻ്റെ ആ പിടിക്കുന്നത് ഇങ്ങനെ ഇളകുന്നുണ്ടായിന്. അങ്ങനെ റിക്കൊണ്ടെന്തോ പേടി പോലെ ആയി കേട്ടോ. അപ്പോഴേക്ക് ഇതാ പറഞ്ഞു തുടങ്ങി അമ്മ പൂജ ഇറങ്ങണം എന്നിട്ട്. അങ്ങനെ പിന്നെ ഞാൻ നിർത്തിയിട്ട് റിക്കൊണ്ടിന് താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോഴാണ് ഇതാ അവിടെ ഒരു ചെറിയ മാവിൽ നല്ല വലിയ വലിയ മാങ്ങകളായിട്ട് കണ്ടത്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തിൽ അത് നോക്കി നിൽക്കലായിരുന്നു. എന്നെ റിക്കൊണ്ട് ഇതാ എല്ലാ പിള്ളേരും കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവൻ എൻ്റെ കാലിൻ്റെ ചോട്ടൊന്നും മാറുന്നുണ്ടായിട്ടില്ല. അതാണ് നമ്മളെ റിക്കൂട്ടൻ. പിന്നെ നമ്മളവിടെ ഫിഷിൻ്റെ സ്പായില്ല അവിടെ പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാലിങ്ങനെ മീനൊന്ന് കൊത്തുമ്പോൾ ഇങ്ങനെ കിക്കിളിയാവുന്നുണ്ട്. അതിനെ ഇറക്കൂട്ടനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് എന്തോ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വേറൊരു സംഭവമാണ് അവിടുത്തെ ആ 3D തിയേറ്ററെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ 3Dൻ്റെ ആ കണ്ണട തന്നിട്ട് നമ്മളതിലിരിക്കും. അപ്പം ശരിക്കും അതിൽ കാണുന്ന എഫക്റ്റ് എല്ലാം നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ട ആർട്ടിഫിഷ്യൽ ചക്കയിലാക്കിയിട്ട് ഇത് റിക്കാർഡായിട്ട് റിക്കൂട്ടൻ പറയുന്നുണ്ട് നമ്മെ ചക്ക വേണമെന്ന്. അപ്പോൾ ഇതുപോലെ കസേരയിൽ നമ്മളിങ്ങനെ ഇരിക്കും, എന്നിട്ടത് കാണും, അങ്ങനെയാണ്. അപ്പോൾ അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിലിങ്ങനെ മഴ പെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവരിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് തരും. അതിൽ നിന്നിങ്ങനെ ബബിൾസ് കാണുമ്പോൾ അതുപോലെ കാണിക്കും. അപ്പോൾ അത് സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിച്ചെല്ലാം ഇരുന്ന്. അപ്പം നമ്മുടെ ഫുഡാവാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതാ കുഞ്ഞു ബിരിയാണി, നമുക്ക് വലിയ ബിരിയാണി. അങ്ങനെ എന്താ പറയുക, ബിരിയാണിയെല്ലാം കഴിച്ച്. അപ്പോൾ റിക്കൂട്ടർ അംഗനവാടിയിലുള്ള 2 ടീച്ചറിൽ ഒരു ടീച്ചറാണ് കേട്ടോ. അത് ടീച്ചർ മോളാണ്. അങ്ങനെ റിക്കോർഡിന് ഇതാ ഐസ് തിന്നുവാന്ന്. അങ്ങനെ ശരിക്കും റിക്കോർഡിന് പനി മാറി. എന്നിട്ട് ഞാൻ അവന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നാണ്. കാരണം പിന്നെ അംഗൻവാടി പോയിട്ട് പനിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അതാ നിന്നിട്ട് ചങ്ങായിൻ്റെ വൈഫാണ് നമുക്ക് ഐസ്ക്രീമെല്ലാം വാങ്ങി തന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഞാൻ എൻ്റെ ചുമ കൊണ്ട് കഴിക്കില്ല എന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ എന്നാൽ പിന്നെ കഴിച്ചേക്കാം, അങ്ങനെ കഴിച്ചതാതെ. പിന്നെ നമ്മളതാ മീനല്ല
ഇതുണ്ടാവില്ലേ, ഈ പാമ്പിനെ എല്ലാം എടുത്ത് മേത്ത് വെക്കാനും പക്ഷികളെ കൈ പിടിക്കാനും അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെറിക്കൂട്ടം പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് മുയലിനെ കണ്ട്, പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കണ്ടു. പിന്നെ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാഴ്ചകളും അവിടെ നിന്ന് കണ്ടു കേട്ടോ. റിക്കോർഡിൻ്റെ സൊള്ളൻ ചിരിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നമ്മൾ ഈ പാർക്കിൽ മാളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് കളിക്കുന്ന കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിലെല്ലാം കുറച്ച് സമയം നോക്കിയും കളിക്കുകയും ചെയ്ത്. പിന്നെ താഴെ നിന്ന് ഇങ്ങനെ ഈ കാർ ഓടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ ആദ്യം കയറിയതെല്ലാം ഇങ്ങനെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മുട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതിൻ്റെ സൈഡിലെല്ലാം പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന്. നീല് കയറ്റി ചെയ്തിട്ടൊക്കെ റിക്കോർഡ് ഒരേ കരച്ചിൽ കേട്ടാ. അങ്ങനെ റിക്കോർഡ് പോയിട്ട് അതിൻ്റെ അത് നേരെ താഴേക്ക് ഇറക്കി. ഇതെല്ലാം റിക്കോർഡെല്ലാം ഇഷ്ടമാകുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓനൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനൊരു സൊള്ളം കരച്ചിലുണ്ടാവില്ല, അതുപോലെയാണ് കരയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് അതെന്നാന്നെല്ലാം നോക്കി കരഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു പരിപാടി. പിന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ വേറെ ഇടത്തേക്കോ പോകുന്നതാണെന്ന്. അല്ല, ഒരു എന്താ പറയുക, നമ്മൾ ഈ മെട്രോ കയറി ഇറങ്ങിയിട്ട് ഷിപ്പിലേക്ക് കയറൂലേ, അതുപോലത്തെ ഒരു ഇത് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയത് എനിക്കൊന്ന് ഇതെന്തോ പാർട്ടി നടക്കുന്ന ഹാള് പോലെ അവരാക്കിയതാണ്. അങ്ങനെ നമ്മളിതാ നടന്നു പോകും. അപ്പം നമ്മൾ വിചാരിച്ചത് അതിൻ്റെ അവിടെ പൂളുണ്ട് എന്നാണ്. പക്ഷെ പൂള് നമുക്ക് ലാസ്റ്റാണ് അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നും പൊതുവേ ഉണ്ടാവില്ല കേട്ടോ അവിടെ. പിന്നെ ഇതാ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോയും ബാക്കിയുള്ള ഷോർട്ട് വീഡിയോയിൽ പോലത്തെ എല്ലാം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിനെ. പിന്നെ അവിടെ എനിക്കിഷ്ടമായ വേറൊരു സംഭവം വന്നതാ ഈ ബോട്ടിൽ ഇങ്ങനെ റൈഡ് ചെയ്യല് കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്മമാർ എൻജോയ് ചെയ്ത് നമ്മൾ കുറച്ചാൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. ഈ സിപ്പ് ലൈൻ ഇല്ലേ അത്. അപ്പോൾ ഇത് ഒരു അസീനത്താന്ന് പറഞ്ഞ ഒരു പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ പോയതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് എന്തായാലും ഇതിൽ കയറണം എന്നുള്ളത്. അങ്ങനെ ഞാനും അതിൽ പോയി കേട്ടോ. നല്ല രസമായിരുന്നേ. പിന്നെ നമുക്കിത് പൂളാണ് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് അവർ 5 to 6 അങ്ങനെ എന്തായിരുന്നു എന്ന് തോന്നും. അങ്ങനെ നമ്മൾ അംഗൻവാടി അമ്മമാർക്കും കുട്ടികൾക്കും മാത്രമായിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ സൈഡിലുള്ള ഈ കുഞ്ഞു പൂള് കുട്ടികൾക്ക് മാത്രം, അപ്പുറത്ത് അമ്മമാർക്ക് വേറെയും ഉണ്ടായിനെ. അപ്പോൾ ഈ പൂളിൽ നിന്ന് കുട്ടികളെല്ലാം പോയി അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞ് നമ്മളെ അംഗൻവാടി ഹെൽപ്പർ ടീച്ചറെ മോളോട് ഞാൻ പറഞ്ഞു നമ്മൾ മാത്രം ഒരു വീഡിയോ എടുത്ത് തരുമോ അത്. അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇത്. അപ്പോൾ ഇതിലാകുമ്പോൾ എനക്കും ഈ വെള്ളം ഭയങ്കര പേടിയാണ്, എനിക്ക് നീന്താനും അറിയില്ല. അപ്പം പിന്നെ അപ്പുറത്തെ വലിയ പൂളിൽ പോയി കഴിഞ്ഞാൽ 36ൻ്റെ പണി കിട്ടുമെന്ന് അറിയുകൊണ്ട് ഞാൻ ഇത് കൊണ്ട് കിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ടീച്ചറെല്ലാം എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ആണ് പിന്നെ അപ്പുറത്തെ പൂളിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെള്ളത്തിലും കളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പൂളിലുള്ള നീരാടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് പൂളിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കയറി ഡ്രസ്സൊക്കെ മാറി മൊത്തം ഒന്ന് ചേഞ്ചായി വന്നു കേട്ടോ. കണ്ട, അങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം മാറി. ഇനി നമ്മൾ തിരിച്ചു പോകണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ അവിടെ നിന്നുള്ള കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പോപ്കോണ്, മോമോസ്, പിന്നെ നമ്മൾ എന്താ പറയുക, അങ്ങനെ പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ചെയ്തിട്ടില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ അവരോട് വർത്താനം പറഞ്ഞതാണ്.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ തിരിച്ച് പോവുക. തിരിച്ച് പോകുന്നതിൻ്റെ നടക്ക് നമ്മളൊരു തളിപ്പറമ്പ് മണ്ണൊക്കെ എത്തിയപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു. വേറെ ഫുഡൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കുറേ നാൾക്ക് ശേഷപ്പെട്ട വീഡിയോ ആണ്. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറ്റുന്നത് പോലെ വീഡിയോസൊക്കെ ഇടാട്ടോ. ഇപ്പോൾ ഇതാ കുറേ പനിയും ചുമയും എല്ലാം മാറി വന്നതിന് ശേഷമാണ് ഒന്ന് ട്രിപ്പ് പോയതും വീഡിയോ ഒക്കെ ഇടുന്നതും എല്ലാം. അപ്പോൾ ജോലി തിരക്കെല്ലാം നടുക്കും അല്ലാതെ ഞാൻ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.